അസ്സലാമലൈക്കും. അപ്പം നമുക്കിന്നൊരു ഞണ്ട് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് 1 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഫ്രഷ് ഞണ്ടാണ് കേട്ടോ. ഇതിനെ ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാലുമൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്ന രീതി നോക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയെ ചേർക്കാവൂ, സൺഫ്ലവർ ഓയിൽ ചേർക്കാൻ പാടില്ല. ഇതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം 3 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. എണ്ണ ചേർക്കുന്ന സമയത്ത് ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് മുഴുവനായിട്ടുള്ള പെരുംജീരകം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ സോഡാപ്പൊടി ചേർക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ഉള്ളിലേക്കൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം എടുക്കാം. അതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തന്നെ ഇളക്കി കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഞണ്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ല രീതിക്ക് എല്ലായിടത്തും എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നമ്മുടെ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതൊഴിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ തന്നെ തിളച്ച് വരട്ടെ. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിക്കാനുള്ളത്. അപ്പോൾ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ നമ്മൾ നോർമലായിട്ടുള്ള മുളക് പൊടിയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാമേ. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് രണ്ടിലേക്ക് പിടിച്ച് കിട്ടും. അതിനായിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ സോഡാപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അതാ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം കുറച്ച് മല്ലിയില അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞണ്ട് ഫ്രൈ. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.